ഇന്നലെ ഞാൻ നോക്കിയപ്പോ മെന്നിയെ ഇന്നലെ രാത്രി 12 മണി 1 മണി രാത്രി 1 മണി 2 മണി ആയപ്പോ മെന്നി ഇരുന്നൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു. എന്റെ അമ്മോ ചിരിച്ച് ചത്തയമ്മായിര്. ഒരു സൂപ്പർ മാർക്കറ്റും കടയിൽ സ്റ്റോക്ക് ചെയ്യാണ്, മോട്ടിക്കുന്നവനെ തല്ലിക്കൊല്ലുന്നു. എന്റെ ആളെയാ ചിരിച്ച് ചത്തയമ്മായി ഇരുന്നല്ലേ. നിങ്ങൾ അതിൽ കണ്ടിലേക്ക് ആ സ്ട്രീം ഒന്ന് പോയി കണ്ടു നോക്കണം അവിടെ ഇന്നലത്തെ. അത് കളിക്കണം, അത് സൂപ്പർ മാർക്കറ്റ്. ഇറ്റാച്ചി ഈ മോണിറ്ററിൽ കാണിക്കുന്ന FPS-ഉം ഈ ഇതിനകത്ത് കാണിക്കുന്ന FPS ഏകദേശം സെയിം ആണോ? ഏകദേശം സെയിം ആയിരിക്കും എല്ലാ ഗെയിമിലും. ഓൾമോസ്റ്റ് എല്ലാ ഗെയിമിലും സെയിം ആയിരിക്കും. അണ്ണന്റെ മോണിറ്ററിൽ FPS ഒക്കെ കാണിക്കും. എന്റെ മോണിറ്റർ കാണിക്കോടാ. ഞാൻ ദുബായിലിരിക്കുന്ന 540 ഹെർട്സ് മോണിറ്റർ ഇങ്ങ് കൊണ്ടുവരുവാടാ. അത്ര വേണ്ട. 540 കൊണ്ടുവന്നാലേ അണ്ണന് 300 FPS പോലും കിട്ടുന്നുണ്ടെങ്കിൽ കാര്യമില്ല. അതാ വേറൊരു പ്രശ്നം. പക്ഷെ പബ്ജിക്കൊക്കെ കിട്ടുന്നുണ്ടോ? പബ്ജിക്ക് എനിക്ക് 450-500 FPS ഉണ്ട്. ഈ 5M-ന്റെ പ്രശ്നമാണ്. ഇവര് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് 3 പേര് 4 പേരുള്ള വണ്ടി നേരെ അണ്ണാക്കിലും കുത്തിച്ചോളാം. നമുക്ക് എന്തായാലും കുത്തി ഇറങ്ങാം. അത് വേണ്ട, അത് പറയണ്ട. നോക്കി കുത്തിച്ചാ മതി ചേട്ടാ, അങ്ങനെ അണ്ണാക്കി കുത്തിക്കണമെന്നില്ല. നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. പ്രീവർ തോറ്റില്ല, അപ്പൊ അങ്ങനെ അമ്പലത്തെ മൈൻഡിലായിരിക്കും. എടാ ഈ മാപ്പ് കളിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? മറ്റേ എല്ലാ ഗ്രാഫിക്സും പ്ലെയിൻ ആക്കി മറ്റേ പോച്ച പോലും ഇല്ലാത്ത ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യണം. എന്നാലേ ഈ മാപ്പ് കളിക്കാൻ പറ്റത്തുള്ളൂ. പോച്ചയിലും മരത്തിന്റെ മൂട്ടിലും ഒക്കെ ഓരോരുത്തന്മാരിരിക്കും. പിന്നെ അതുപോലെയല്ല തല്ലിയത്. 5 പേര് ചേർത്ത് അടിച്ചെന്നെ. ഇടത്തോട്ട് പോയാലും അടി, വലത്തോട്ട് പോയാലും അടി. നേരെ വണ്ടി കയറാൻ വണ്ടിയില്ല. എങ്ങനെ ഡ്രോമ കണ്ണടച്ചപ്പോ അത് തന്നെ മനസ്സില്. കാരണം വാർച്ചാറ്റ് കാണുന്നില്ല. അപ്പൊ റേഡിയോ നിങ്ങൾക്ക് ഞാൻ എവിടെ വെച്ച് തരണം ഇനി തൊട്ട്? വാറ് നടക്കുമ്പോ റേഡിയോ വേണമെങ്കിൽ ഇതാ ഇവിടെ വെച്ച് തരാം. അതാകുമ്പോ നിങ്ങൾക്ക് അവിടെയും കാണാം, വാർച്ചാറ്റും കാണാം. ഓക്കെ അല്ലേ? ഇതായിട്ട് നോക്ക്, സെറ്റ് കണ്ടോ? ഓൾ ഗുഡ് അല്ലേ? വരുന്നുണ്ട്. ടിജിയുടെ വാറിന്റെ അവിടെ കൊണ്ട് വണ്ടി നിർത്തി ഞാൻ നൈസായിട്ട് അവരുടെ 2 പിക്ക് എടുത്തു. എവിടെയാലും ഒന്ന് കുറ്റി തന്നാ ബാക്കി കാര്യം ഞാൻ ഏറ്റു. ജോർജ് കുട്ടി അല്ലല്ലോ, വേറെന്തോ അല്ലേ പേര്? ജോസ് കുട്ടി. അതാ ഇവനോട് പറഞ്ഞു തെറ്റിച്ച് എന്റെയും കൂടെ. ജോർജ് കുട്ടിയാ. അങ്ങനെയാണോ വിളിക്കണത്? ജ്യൂസ് കുട്ടി വിളിക്കും, ജ്യൂസ് കുട്ടി. നമ്മളായിട്ട് സിറ്റുവേഷൻ ഇല്ലാത്തപ്പോ നമ്മൾ അവരെ പറ്റി സംസാരിക്കാൻ പാടില്ലടാ. സിറ്റുവേഷൻ വരുമ്പോ ഈ പേരെന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ. ഡൊമിനിക്കിന്റെ ബാൻ മാറ്റി കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഡിജിയുടെ സൈഡിൽ നിന്ന്. ഡൊമിനിക്കിന്റെ ബാൻ മാറ്റി കൊടുക്കാൻ പറ്റൂ എന്ന് എന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവര്.
റോഡിൽ തന്നെയല്ലേ? എനിക്ക് മൈൻഡില് കഴിച്ച ഒരു പ്ലെയറിന്റെ ഒരു ഇത് കട്ട് ഓഫ് ചെയ്തോന്നുള്ള ഒരു തോന്നൽ. അത് മാത്രമാണ് എന്റെ മൈൻഡിൽ ഒരു ഇതുള്ള. വേറെ ഒരു വിധത്തിൽ എനിക്കറിയാം അവൻ ഡിസേർവ്ഡ് ആണെന്ന്. പക്ഷെ റേജിൽ പറഞ്ഞു പോയിട്ട് ഒരു പ്ലെയറിന്റെ ഒരു കരിയർ ഞാൻ കട്ട് ഓഫ് ചെയ്തോന്നുള്ള ഒരു ഇതുണ്ട്. ഈ കല്ലെ കുത്തി അടിയാ, ഈ കല്ലെ കുത്തി അടി. നീ റിക്ഷ കുത്തി അടിച്ചു. എടാ അങ്ങോട്ട് ഒരുപാട് പോലെ മലയാളുണ്ട്. തിരിച്ചു റൈറ്റ് സൈഡ് മലയിൽ ഇറങ്ങിക്കോണേ. ഇത് മാർക്കില് കാണാനും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ മരത്തിന്റെ ഇടയിൽ കൂടെ എങ്ങനെ മനസ്സിലാവുന്നു? എവിടെ ഇറങ്ങിയിരിക്കുന്നത്? 10 ലക്ഷം മേടിക്കാൻ അതൊരു ഐഡിയ അല്ലേ? ഒരു 5 ലക്ഷം രൂപ അക്കൗണ്ടിലോട്ട് ഇടും, എന്നിട്ട് അതിന്റെ ബാൻ മേടിച്ചു തരാം. അത്രയും ദൂരം ഒന്നും വരത്തില്ലടാ, അത്രയും ദൂരം ഒന്നും വരത്തില്ല. ചില്ലാവ് വണ്ടി കയറും. ഇവരെ കുത്തിക്കായിരുന്നത്, ഇവന്മാരെ കുത്തിക്കാൻ സമ്മതിക്കായിരുന്നത്. ഒരുപാട് അടുത്തോട്ട് പോണ്ട. കാരണം നീലിന്റെ കോളേജ് നമ്മുടെ വണ്ടി വെടിവെച്ച് പൊട്ടിക്കാൻ നമ്മുടെ പ്ലാൻ. ചോദിച്ചോണേ നമ്മുടെ വണ്ടി ഡാമേജ് ഉണ്ട്. അതാണ് സംഭവം കേട്ടോ. അവര് അടുപ്പിച്ചിട്ട് കളിക്കുന്നതിനാ. അല്ല കേസ്, ഞാൻ ബാൻ മാറ്റി കൊടുക്കുന്ന കാര്യം പറയാനുള്ള ഒരു കാരണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മളോട് തോറ്റിട്ടുണ്ട്, നമ്മൾ അപരാധിച്ചിട്ടുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അവര് നമ്മളോട് കളിക്കുമ്പോഴാണ് ഇത്രയും ലൈക്ക് ഒരു പാനിക്നെസ്സും മറ്റേ ഇതൊക്കെ അവർക്ക് ഉണ്ടാകുന്നത്. പക്ഷെ അവർ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? ലൈക്ക് ആ ലൈനപ്പ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇനി അടി മേടിക്കുന്ന പറഞ്ഞാൽ എഫേർട്ട് ഇടുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പൊ ഞാൻ ആ ഒരു കാര്യം കൺസിഡർ ചെയ്താണ് നമുക്ക് മാറ്റി കൊടുക്കാം എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞത്. അല്ല, ഞാൻ അവരുടെ ഇതൊക്കെ കാണാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയത്, രാവിലെ പോലും വൈകുന്നേരം വരെ TDM ഇരിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട് അതിനകത്ത്. എടാ മല നേരത്തെ പറഞ്ഞ മല നമ്മുടെ മല എടുത്ത് ഈ മാർക്ക് വെള്ളത്തെ മല എടുത്ത് തല പിടിച്ച് പിന്നെ എവിടെ ഇവിടെ വന്ന് ഈ മാർക്കം തന്നെ ഏറ്റവും മേളിൽ വന്നേ, നമ്മുടെ മേളിൽ വന്നേ, നമ്മുടെ മേളില് നമ്മുടെ മല നോക്കും. നമ്മുടെ കിണ്ടി കത്തിപ്പോയായിരുന്നു. നമ്മുടെ മല നോക്കും. ഇവിടെ ഈ മാർക്ക് ഇവിടെ വന്ന് കുത്താം. ഇവിടെ വന്ന് കുത്തിയടിക്കാം. ഇവിടെ മാർക്ക് കുത്തിയടിച്ച് ബാബാ ബാക്കി തിരിച്ച് വണ്ടി കയറാം. എടാ നമ്മുടെ ആരെല്ലാം ഇപ്പൊ ഡൗൺ ആയോ അവിടെ? അല്ലല്ല, ഏബില് വീണോന്നില്ലല്ലോ. ഇല്ല വീഡിയോ നാളെ ഇത് തന്നെ ചെയ്യാം ബ്രോ. പയ്യെ മാറ്റി കൊടുത്താൽ മതി, ഉടനെ ഒരു ഡിസിഷൻ എടുക്കണ്ട. അങ്ങനെ ഒരു ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടിട്ടല്ല ഞാൻ നിങ്ങളുടെ ഞാൻ നാളെ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്താൽ എന്താണ് കാരണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചാറ്റ് നോക്കി ഒപ്പന്റെ ഡിസിഷൻസ് എടുക്കാറില്ല.
ഞാൻ നാളെ അങ്ങനെ ഡിസിഷൻ എടുത്താൽ എന്തുകൊണ്ടായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഹലോ ബ്രോ, ഹലോ സംസാരിക്കാം. ഹലോ ഹലോ, സംസാരിക്കൊന്നുമില്ല. നീ ഭയണ്ടാവില്ലേ? നമുക്ക് ഒന്ന് രണ്ടും പറഞ്ഞിരിക്കും. ഒരു ചായ മഴയൊക്കെ ഉണ്ടായി വാ. മച്ചു ഇറങ്ങി ഉമ്മ വരാൻ പറ്റത്തില്ല, പിറ്റേല്ലേ പറ്റുള്ളൂ. വണ്ടി എടുത്ത് ഇറങ്ങി 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 ഇറങ്ങി. ഇത് ഭയങ്കര ഓപ്പണാ. വാ തിരിച്ചു കയറും. എടാ ലാസ്റ്റ് തട്ട് തട്ടുണ്ടായിരുന്നു, അവന് ഈസി ആയിട്ട് കിട്ടിയേനടാ. ഇറങ്ങുവാണ്. ഇറങ്ങിക്കോ. ഏതാ വണ്ടി ഏതാ? വീടും വേണം. ഇതായി നീ മാത്രം ഉമ്മ ചെയ്തോ. അമ്മാരെ ഒന്ന് ഒറ്റ ഇടിച്ച് സ്പ്ലിറ്റ് ആവല്ലേ, സ്പ്ലിറ്റ് ആവല്ലേ. എന്റെ പകുതി ആറുമായി പോയി ആ പിറ്റില്. അപ്പൊ അവിടെ ഹെൽപ്പ് പോയാലോ? എടാ റേഡിയോ വെച്ചില്ല. ഇവൻ പറഞ്ഞു ഈ കോള് കേൾക്കാം ആദ്യത്തെ. അമ്മര് കമ്മിറ്റിയല്ലേ വെയിറ്റ് ചെയ്യുന്നത്. നമ്മളാരോട് പക്ഷെ ഇവിടെ നിന്ന് അടിക്കാതെ ഇവിടുന്ന് അമ്മ ഓപ്പൺ നിൽക്കും. ഇവിടുന്ന് അങ്ങോട്ട് അടിച്ചിട്ട് കാര്യമില്ല. എടാ നമ്മുടെ വണ്ടിക്കെല്ലാം അത്യാവശ്യം നല്ല ഡാമേജ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇത് ചെയ്യാം. കിണ്ടിനെ പൊക്കിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യും. കിണ്ടിനെ പൊക്കിയിട്ട് നമുക്കൊന്ന് മറ്റേ ഓപ്പോസിറ്റ് റിപ്പയർ ചെയ്തിട്ട് വരാം. വാ. ഞാൻ ഡൗട്ട് കിട്ടി അവിടെ വെച്ച് നമ്മളെ വേറെ ആരും കത്തിയാണോ അതോ ഡൗൺ ആയതാണോ? ഒരാൾ റീഫ്രഷ് അടിക്കണം. കിണ്ടിയെ പിക്കിയ ഒരു വണ്ടി പോകും, ബാക്കി തിരിച്ചു. നമ്മുടെ ഡൗൺ അല്ലേ കത്തിപ്പോയതാ. എടാ ഞാനൊന്ന് റീഫ്രഷ് അടിക്കുവാണ്. ഞാൻ റിപ്പയർ ചെയ്യും. അടിയിട്ടിയാണ് നീ. അല്ലല്ല, ഞാൻ എനിക്ക് കിട്ടിയോന്ന് അറിഞ്ഞൂടാ. ഹെഡ് വെള്ളം ഞാൻ എന്റെ ആർമർ കുറഞ്ഞിരിക്കുന്നു. അയ്യോ എടാ റിപ്പയർ ആയില്ല. ആയി ഡോർ പോയി. അവന്റെ വ്യൂ ആകും. അവൻ ഡ്രൈവിംഗ് സീറ്റ് കയറിയാൽ മതി. 2 വാണിംഗ് ആണ്. അങ്ങോട്ട് പോ. കാരണം ടീമിന് ഇപ്പൊ തിരിച്ചു കയറും. പെട്ടെന്ന് പോ അങ്ങോട്ട്. നീ നമ്മളൊരാളുകളെ പേടിച്ച് നീ കിക്കായിട്ട് അവന്മാരത് കണ്ടിട്ട് നീ കിക്കായെന്ന് പറഞ്ഞ നാളെ വീട് എനിക്കിതിന് പുറത്ത് അങ്ങനെ ആരും അറിഞ്ഞൂടാ. സിറ്റിയിലൊരു മിയാ ഖലീഫ ഉണ്ടെന്ന് അറിയാം. പരിചയമില്ല. നോക്കിയിരിക്കണം കേട്ടാ. ഡീവണെ കള്ളന്മാര് ഒരു ഗ്യാപ്പ് ഇട്ടെ. നമ്മളൊന്ന് എടുത്ത് കളിച്ചോട്ടെ. അവര് ബേസ് എടുത്ത് കളിക്കുന്നുണ്ട്. അവര് ഫ്രണ്ടിലുണ്ട് ഒരു വണ്ടി. നിങ്ങൾ ഇവിടെ പിങ്ങോക്ക് ഇവിടെ വണ്ടി വന്നിട്ടില്ലേ? ഇവിടെ റിപ്പയർ ചെയ്യാം. അവനെ ഒറ്റയ്ക്ക് നിൽക്കോ. അവനെ വട്ടത്തില്ല കുത്തിക്കോ. അവൻ പൊട്ടനാ. വിറ്റ് കേട്ടോ അവനെ. ഒരു വണ്ടി ഇവനെ തട്ടിക്കൊണ്ടുപോവാ. അവനെ കൊണ്ടുപോവാ.
ഡാനി സ്ട്രീമിംഗ് തുടങ്ങി. സരക്ക് ഡാനിയാണോ ബ്രോ? രണ്ടോ വാ കയറി കയറി കയറി. അത് ശരിയല്ല. വീടും ചെയ്തിട്ട് പോണു. ചത്തോ നമ്മുടെ ആള്. ഒരു വണ്ടി ഫോക്കസ് ചെയ്യണം. ദൈവമായിരിക്കുന്ന വണ്ടി പോയി ഫോക്കസ് ചെയ്യും. ഇല്ലടാ അവരുടെ ബാക്കിൽ കുത്തൂടാ അല്ലെങ്കിൽ വലിഞ്ഞവൻ ഇറ്റാച്ചിയുടെ പ്ലെയിൻ സ്റ്റൈൽ കണ്ടോ guys നിങ്ങൾ? വാ അടിക്കണ്ട. ഇവിടെ മേളിലേക്ക് ഉത്തരം മേളിൽ ഉത്തരം. കേരളത്തിലാണ് ഇങ്ങനെ കേരളത്തില്ല. കുറച്ചൊരു സ്പീഡിൽ വരണം. ഇവിടെ കയറ്റിയാ മതി. വണ്ടി എടുത്ത് പോയി. ഈ ലെഫ്റ്റിൽ ഒരു വണ്ടി, ബാക്കിൽ ഒരു വണ്ടി പോകണം. ഇവനെ പിടിയടാ. നിങ്ങൾ എങ്ങനെ പുറകില് എന്റെ മാർക്ക് വന്നേ. ഞങ്ങളാ നിങ്ങൾ താഴോട്ടടി. എത്ര പേരുണ്ട് ഇനി? നമ്മള് ഭയങ്കര ഷഫിളായി പോയടാ. ജയിച്ചില്ലേ? കഴിഞ്ഞില്ലേ? റീഫ്രഷ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല ബ്രോ. അതിന് മുമ്പ് ലെഫ്റ്റ് റൈറ്റും ആള് കയറി വന്നു. കളി ജയിച്ചില്ലേ? കഴിഞ്ഞോ ഗൈസ്? കഴിഞ്ഞെന്ന് തോന്നുന്നു. ജെന്നിനോടാണെങ്കിൽ മതര 3 പിക്ക്. ജൂഡ് അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. നീലകണ്ഠൻ അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. റീസൺ എക്സിറ്റിംഗ്. ഒരു വാർ തോക്കുന്നതിൽ ഇത്രയും ഇതുണ്ടോ മച്ചാ? എന്താ എടേ ഇമാരി ഈഗോ ഒക്കെ ഉണ്ടോ പ്ലേയേഴ്സിനടാ? ഒരു അവസാനത്തെ ആള് എന്തായാലും തോറ്റ്. ഇനി അവൻ ഒറ്റയ്ക്ക് 10 പേര് അടിക്കാനൊന്നും പറ്റൂലല്ലോ. കിട്ടിലും കളിയാട്ടോ കളിച്ചത്. കിട്ടിലും കളി. രണ്ട് കിട്ടിലും. ഈസ്റ്റിയുടെ അടുത്തൊരു പിക്ക്. ഇത് നോക്ക്. ഹലോ, പോച്ചയ്ക്കുള്ളിലുണ്ട്. ഓ ഇവ പോച്ചയിലിരുന്ന് കേട്ടാ. ഓക്കെ, ബീസ്റ്റിയുടെ അടുത്തൊരു പിക്ക് എടുക്കാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. ഓയ്യോ, എന്നിട്ട് ജുഗ്രു ഡൗൺ ആയി. ജുഗ്രുവിനെ ആരും അടിച്ചിട്ട്? ഇവനാണോ അടിച്ചിട്ട്? ബീസ്റ്റിയുടെ രണ്ടാമത്തെ പിക്ക്. ജുഗ്രുവിനെ ഒളിച്ചിരുന്ന് പണി കളഞ്ഞു കേട്ടാടാ. ഓക്കെ UK. ഓ എന്നിട്ട് ഇവന്മാര് ബാക്ക് കൊണ്ടുപോയി കുത്തി കളഞ്ഞല്ലേ? നമ്മള് സത്യം പറഞ്ഞ നമ്മളെവിടെ സാൻഡ്വിച്ച് നോക്ക് കണ്ട. ഏബിൾ ജോസഫ് ഡൗൺ ആയിട്ടുണ്ട്. മദാർ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ജോട്ടയാണ് ഡൗൺ ആയിട്ടുള്ളത്. പിന്നെ പരുന്തുവാസോടെ UK ടോക്സിക്കിനെ ഡൗൺ. ഓ അവിടെ ലീഡറിനെ അടിച്ചിട്ടാ ഡൗൺ ആക്കിയിട്ടുണ്ട്. ലെക്സ് അവിടെ അടുത്തൊരു പിക്ക്. UK സെനിന്റെ അടുത്തൊരു പിക്ക്. ലെക്സ് ഡൗൺ ആയിട്ടുണ്ട്. TV ഡെസ്ട്രോ അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. പിന്നെ TV ജൂഡ് അവിടെ ഒരു പിക്ക്. സെട്രോന്റെ അടുത്തൊരു പിക്ക്. ഓക്കെ, UK നല്ലൊരു കിട്ടിലെ കളിയാണ്. മദാർ ഒരു പിക്ക്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ UK ഐ തിങ്ക് സെട്രോ ഉണ്ട്. എവിടൊക്കെ നോക്ക് നമ്മുടെ പ്ലേയേഴ്സ് ഉള്ളത് നോക്കി. ഈ ആംഗിള്
സെട്രോ മോബി അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നത്, എലനോറിനെ ഡൗൺ ആക്കിയിട്ട് അവിടെ കിണ്ടി അവിടെ സെട്രോനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. UK ഓൾ ഡൗൺ ആയോ? ഇല്ല, UK അവിടെ ഐ തിങ്ക് UK 3 പേരോട്, UK ലാസ്റ്റ് 3. UK മദാര അവിടെ സെനീനെ ഡൗൺ ആക്കി. മദാര 3 പിക്ക്. ഇവനാണ് ലാസ്റ്റ് മാൻ കേട്ടോ. അവിടെ ഒരു പിക്ക് എടുത്ത് ഇവൻ എനിക്ക് തോന്നുന്നു കത്തിപ്പോയിട്ട് വന്നപ്പം കൂടുതലുള്ള എല്ലാരെയും അറഞ്ചം പുറഞ്ചോ അടിക്കുന്ന കണ്ടോണ്ട് ഇവൻ മനംനൊന്ത് എഫേറ്റ് അടിച്ചതാണ് അവൻ. മനംനൊന്തോ എഫേറ്റ് അടിച്ചതാണ് അവൻ. ജി വെൽ പ്ലേഡ് ഗൈസ്. കൂടുതൽ നമുക്ക് ഗുണമൊന്നും പറയാനില്ല. വെൽ പ്ലേഡ്. ഗെയിം ക്യാപ്ചർ. ഇവിടെ മഞ്ഞും മഴയോ? അവന്മാര് എപ്പോ അടിച്ച് ഓടിയോടാ? എടാ ഞാൻ കേൾക്കട്ടെ, ഞങ്ങള് ഒരു വണ്ടി കൊണ്ട് കുത്തിയപ്പോ നമ്മുടെ ബാക്കില് TV-യിലെ ഒരു 3 പേര് നിപ്പുണ്ടായിരുന്നേ. TV-യുടെ കൂട്ടത്തിൽ നിന്ന് ചുമന്നുടുപ്പിട്ട് ഒരുത്ത് ഇറങ്ങി ഓടണം. അല്ലല്ല അങ്ങനെയല്ല, അവ പോച്ചക്കകത്തിരിക്കുവായിരുന്നു. പോച്ചയിലിരുന്ന് അവർ ജുഗ്രുവിനെ അങ്ങ് പണി. ജുഗ്രുവിനെ പണിയപ്പോഴാണ് നമ്മൾ അറിയണം അവിടെ ആളുണ്ടെന്ന്. എല്ലാരും വെൽപ്ലേഡ് നന്നായിട്ട് കളിച്ചു. സെയിം മിസ്റ്റേക്ക് ആണ് ബ്രോ. വി ആർ പ്ലേയിങ് ദിസ് വിൽ മേക്ക് us more worse if good team game while we are not watching backstab players. ബ്രോ ബാക്സ്റ്റാബ് വാച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് പറ്റിപ്പോയത് ഡിസ്കണക്ട് ആയ പ്ലെയർ തിരിച്ചു വന്നതാ. ബാക്സ്റ്റാബ് ബ്രോ ഇറ്റാച്ചിയുടെ പ്ലേയിങ് സ്റ്റൈൽ കണ്ടോ? ഞാൻ പറഞ്ഞുതരാം, ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ കുറച്ച് സെൻസിബിൾ ആയിട്ട് കൊണ്ട് കുത്തി കളിക്കുന്ന കുറച്ച് പേരുണ്ട്. ഞാൻ പറഞ്ഞുതരാം ബ്രോ. അവരുടെ POV ടൈം ആവും. എൻ്റെ POVയിലൂടെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്രയും ഇതായിട്ട് കാണുന്നത്. ഞാൻ പറയണത് ആരുടെയൊക്കെ നിങ്ങൾ ലൈവ് കാണണമെന്ന് ഞാൻ പറഞ്ഞുതരാം. 1 ഹരി, 2 ജുഗുറു, 3 ഇറ്റാച്ചി. ഇനി തൊട്ടുള്ള കാര്യം പറയാം. 3 ഇറ്റാച്ചി, 4 സ്നൈപ്പ്. ഇവരുടെ എല്ലാം POV നിങ്ങൾ കാണണം. ഇവരുടെയൊക്കെ POVയിൽ ഇവരൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു സ്ഥലത്ത് കുത്തും. ടീമിനെ ഇട്ട് കൊടുക്കത്തില്ല. അത് തന്നെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ കറന്റ് ഉള്ള ഏറ്റവും നല്ലൊരു പണ്ടത്തെ നേരത്തെ ടിവിയുടെ വാർ സ്റ്റൈൽ എന്ന് പറയണത് ഭയങ്കര. അതായത് മോബി ഉണ്ടല്ലോ, മോബി മെയിൻലി കോളാടാ. മോബി നല്ല കോൾസ് പറയും. അവൻ നന്നായിട്ട് റേഡിയോ കൺട്രോൾ ചെയ്യും. എല്ലാവരും ഉണ്ട്. ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മളൊരു അടുത്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഏബലിനെ പോലത്തെ അസോൾട്ടേഴ്സ്. ഏബലൊക്കെ ശരിക്കും ഒരു PUBG ഒക്കെ വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അസോൾട്ടേഴ്സ് എന്ന് പറയും. ആദ്യമേ കുത്തി ചാടി ഇറങ്ങി പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എയിം ട്രസ്റ്റിൽ കളിക്കുന്ന കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട് നമുക്ക്. നമ്മൾ അവരെ വിട്ടിട്ട് നമ്മൾ പ്രോപ്പർ ഒരു ആംഗിൾ എടുത്ത് കളിക്കുന്നുണ്ട്. നേരത്തെ ടിവിയുടെ പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ റീബിൽഡിന് മുമ്പത്തെ ടിവിയുടെ പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫെൻസീവ് ആയിരുന്നു. ഞാനിത് മറ്റേ അങ്ങനെ കമ്പയർ ചെയ്ത് ഇന്ന ആളാണ് അല്ലെ അവരാണ് നല്ലത് എന്നുള്ള രീതിയിലല്ല ഞാൻ പറയണേ. ഭയങ്കര ഡിഫെൻസീവ് ഗെയിം പ്ലേ ആയിരുന്നു നമുക്ക് കുറച്ച് നാൾ വരെ. അത് നമ്മൾ ഫിക്സ് ചെയ്ത് ഇപ്പോഴാണ്. അത് നിങ്ങൾക്ക് കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. നമ്മൾ ആ ഒരു പാണ്ടിക്കുത്ത് സ്റ്റൈലിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ ഒരുമിച്ച് ഒരു കോളിൽ ട്രസ്റ്റ് ചെയ്ത് കളിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. അതിനി ഞാൻ എനിക്ക് ആഗ്രഹമുള്ള ഒരു പ്ലേയിങ് സ്റ്റൈലിലേക്ക് വന്നത് നമ്മൾ ഇപ്പോഴാണ്. കാരണം ഒരിടത്ത് പറയാൻ ചത്താലും വേണ്ടിയില്ല നിങ്ങളവിടെ കുത്തിക്കുമെന്ന്. ഞാൻ നിങ്ങളെ ജസ്റ്റ് എൻ്റെ നിങ്ങളൊരു മലയിൽ നീലിനൊരു കോള് പറയുന്നുണ്ട്. എടാ 4 വണ്ടി അവിടെ കുത്തിക്കുകയാണ്, 5 വണ്ടി അവിടെ കുത്താൻ പറയുന്നത്. എത്ര പേര് അവിടെ വന്ന് കുത്തിയെന്ന് നിങ്ങളൊന്ന് നോക്കി നോക്ക്. ആ കോൾ ട്രസ്റ്റ് ഉണ്ട് ബ്രോ. ആ കോളിലൊരു ഭയങ്കര ട്രസ്റ്റ് ഉണ്ട് ഇപ്പം. എന്നുവെച്ചാൽ നമ്മൾ തോക്കും. ഞാൻ പറയത്തില്ല കണ്ടിന്യൂസ് വീക്കിൽ ടിവിയെ മുന്നോട്ട് ജയിച്ച് മാത്രം പോകുമെന്ന് ഞാൻ പറയത്തില്ല. നമ്മൾ തോക്കാൻ പോണത് നമ്മുടെ അൺലക്കിലായിരിക്കും. അത് അങ്ങനെ ഒരു ഡേ എന്തായാലും നമുക്ക് വരും. പക്ഷെ ഞാൻ പറയണത് അതല്ല. നമ്മൾ ഒരാളെ വിശ്വസിച്ച് ഒരാൾ കോള് പറയണ സമയത്ത് തോറ്റാലും ജയിച്ചാലും അവിടെ ഇറങ്ങി ബാക്കപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു അൾട്ടിമേറ്റ് ടീം വർക്ക് എന്ന് പറയണത്. അല്ലാതെ അവനെ അവിടെ ഇട്ട് കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. ലോയൽറ്റി പോയിന്റ് ഞാൻ നോക്കിയായിരുന്നു ഗൈസ്. 68 കാർഡായി ഇപ്പോൾ ടോട്ടൽ.